ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു രോഹിത്തിനോട് പറയുക, എടാ നീ കാരണമായി എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഈ അവസ്ഥയുണ്ടായത്. എന്നിട്ട് നീ ടി വി ഇതൊക്കെ കണ്ട് സുഖിച്ചിവിടെ ഇരിക്കുക ഇല്ലേടാ. നെഞ്ച് തകർന്നിട്ടാടാ എൻ്റെ അച്ഛനും അമ്മയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവരുടെ രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് വന്നതേ കണ്ണുനീരല്ലടാ, ചുടു ചോരയാ. വിഷ്ണു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സുസ്മിതയും ജഗദീപും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ആ ദേഷ്യവും നിപ്പൊക്കെ കണ്ട് സുസ്മിതയും ജഗദീപും അങ്ങ് പേടിച്ച് നിൽക്കുവാണ്. എടാ, എല്ലാം നീ കാരണമാടാ. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നീ ഇവിടെ ടി വിയും കണ്ട് സുഖിക്കുക അല്ലടാ നായേ എന്നും പറഞ്ഞ് വിഷ്ണു കാലുപൊക്കി രോഹിത്തിൻ്റെ നെഞ്ചിനൊരൊറ്റ തൊഴി. രോഹിത്താകട്ടെ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ രണ്ട് കൈക്കും കയറി പിടിച്ചിട്ട് വിഷ്ണുവിനെ അവിടെ തള്ളിയിട്ടിട്ട് ഇറങ്ങി പുറത്തോട്ടൊരൊറ്റ ഓട്ടം. വിഷ്ണു വിടുവോ? വിഷ്ണു അവൻ്റെ പുറകെ ഓടിച്ചെന്ന് അവനെ തൊഴിച്ച തിണ്ണയിലോട്ട് എറിഞ്ഞു. നന്ദിയുണ്ടോടാ നിനക്ക് എന്നും പറഞ്ഞ് രോഹിതിനെ എടുത്തങ്ങ് ചാർത്തുവാണ്. എവിടെയോ കിടന്ന നിന്നെ പിടിച്ച് എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ പ്രതിഷ്ഠിച്ചതിന്, എന്നോട് എൻ്റെ അമ്മയോട് നീ കാണിച്ചതിനൊക്കെ നിന്നെ ഒറ്റ കുത്തിന് തീർക്കാനുള്ള ചങ്കുറപ്പോടുകൂടിയാടാ ഈ വിഷ്ണു ഇങ്ങോട്ട് വന്നത്. പക്ഷേ നീ തെരുവിലോട്ടിറക്കിയ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ നിന്നെ കുത്തിക്കഴിഞ്ഞാൽ അവർക്കാരും ഇല്ലാണ്ടായിപ്പോവും. അവർക്കൊരു തുണ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ബോധം എനിക്കുള്ളത് കൊണ്ട് മാത്രമാടാ ഞാൻ നിന്നെ കൊല്ലാണ്ട് വിടുന്നത്. പക്ഷേ എൻ്റെ കലി തീരുന്നവരെ നിന്നെ ഞാൻ പൊട്ടിക്കുവടാ. എൻ്റെ അച്ഛനും അമ്മയും ഒഴുക്കിയ കണ്ണുനീരിന് നിന്റെ കണ്ണുനീര് കൊണ്ട് വേണമടാ എനിക്ക് പ്രായച്ചിത്തം ചെയ്യാൻ. കേട്ടോടാ പന്നലേന്ന് പറഞ്ഞ് വിഷ്ണു എടുത്തിട്ട് അങ്ങ് ശരിക്കും പൂശുവാണ് രോഹിത്തിനെ. ഇതൊക്കെ കണ്ടുകൊണ്ട് സുസ്മിത അങ്ങോട്ട് ചാടി വീഴുവാണ്. വിഷ്ണു അക്രമം കാണിക്കുന്നോ? ഇത് എൻ്റെ വീടാണ്, വീട്ടിൽ കയറി അക്രമം കാണിക്കാൻ പറ്റില്ല. നീ ആരാടി അത് പറയാൻ എന്നും പറഞ്ഞ് വീണ്ടും രോഹിത്തിനെ തല്ലാൻ പോകുമ്പോൾ സുസ്മിത കയറി വിഷ്ണുവിനെ തടയുവാണ്. ശരിയടി, പക്ഷെ അവനെ തല്ലുന്നില്ല എങ്കിൽ ഞാൻ നിന്നെ തല്ലാവടിയും പറഞ്ഞ് സുസ്മിതയുടെ കാരണക്കുട്ടി അടിച്ചൊരു പൊട്ടിച്ച്. എടി നീയൊക്കെ കാരണം ചങ്കു പൊട്ടി ഇറങ്ങിപ്പോയ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാടി നിന്നെ ഈ തല്ല്. വിഷ്ണു സുസ്മിതയിട്ട് തല്ലുന്നത് കണ്ട് ജഗദീവിനും രോഹിത്തിനും പേടിയാകുന്നുണ്ട്. എടി സുസ്മിത, നിന്റെയും നാണ്ട് ഇവൻ്റെയും മൂക്കിന് ചോര പൊടിയുന്നത് വരെ ഈ വിഷ്ണു തല്ലും. അത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ വാക്കാ. സുസ്മിത വിഷ്ണുവിനോട് പറയുക, നിന്റെ ചിറ്റപ്പൻ ഉപേന്ദ്രൻ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞ് നീ ഇവിടെ വന്ന് ഭ്രാന്ത് കൊള്ളുന്നത് എന്തിനാ? വേണ്ടേ, തല്ലേണ്ടതും ചോദിക്കേണ്ടതും ഒക്കെ അയാളുടെ അടുത്താ, അല്ലാതെ ഈ വീട്ടിലല്ല. ദേ പൊടി എന്നും പറഞ്ഞ് വിഷ്ണു ഒരാട്ട്. ഉപേന്ദ്രൻ എങ്ങനെയാണ് ഈ വീട്ടിലെത്തിയത്? ഈ രോഹിത് എങ്ങനെയാ മരമുറിക്കേസിൽ വന്നത്? പറയടി, എല്ലാം നിന്റെയും ചന്ദ്രബോസിന്റെയും ബുദ്ധി. നിങ്ങളുടെയൊക്കെ ആ ബുദ്ധിയില്ല ഈ നന്ദിയില്ലാത്ത നായ എന്നും പറഞ്ഞ് അവളെ തളർന്നിരുന്ന രോഹിത്തിനെ പിടിച്ച് വീണ്ടും അവനെ കുത്തിനിട്ടിടിക്കുവാണ്. വിഷ്ണു അങ്ങനെ ദേഷ്യത്തോടെ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ടിടിക്കുവാണ്. അതുകൊണ്ട് സുസ്മിത പേടിച്ച് വിറയ്ക്കുക. ജഗദീപാണെ ഒന്നും പറയാനാകാതെ ഇങ്ങനെ ഭയന്ന് നിൽക്കുക. എടാ പന്ന നാറി, ഇവരുടെ കയ്യിലെ പാവയായിട്ട് നീ നിന്നിട്ട് നീ എൻ്റെ അമ്മയെ ചതിക്കുമായിരുന്നല്ലേടാ. നീയൊക്കെ കൂടി ചതിച്ച ചതിയിൽ പെട്ടുപോയതേ എൻ്റെ കുടുംബവാടാ. തകർത്ത് കളഞ്ഞില്ലേടാ നിനക്ക് ആശ്രയം തന്ന ആ വീടിനെ. അടികൊണ്ട് പൊളഞ്ഞു നിൽക്കുന്ന രോഹിത്ത് പറയുക, പിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ? നീ ജനിപ്പിച്ച കൊച്ചിന് തന്തയാവണോ? എടാ നാറി, എൻ്റെ കൊച്ച് എൻ്റെ കൊച്ചു തന്നെയാടാ. നീ എൻ്റെ കൊച്ചിനെ നിന്റെ കൊച്ചായി നീ കണ്ടത് നിന്റെ ഭാഗ്യം. എടാ, നീ എന്തെങ്കിലും ഇനി വിവരക്കേട് വിളിച്ച് പറഞ്ഞാൽ നിന്റെ ഈ നാവ് ഞാനിഞ്ഞ് പിഴുതെടുക്കും. നിന്റെ ഈ കൊരവള്ളിയിൽ എൻ്റെ കൈവിരൽ ഒന്നുകൂടെ അമർത്താൽ നീ പിന്നെ ഇല്ല. പിന്നെ ഞാൻ എന്താ അത് ചെയ്യാത്തതെന്ന് വെച്ചാൽ കുറേ നാൾ നിന്നെ ഞാൻ എൻ്റെ അനുജനായിട്ട് കണ്ടുപോയി. വിഷ്ണു രോഹിത്തിനെ കൊന്നുകളയോ എന്നുള്ള പേടിയിൽ ജഗദീവ് ഓടി വന്ന്, ആശാനെ വേണ്ട ആശാനെ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ച് മാറ്റാൻ നോക്കുവാണ്. ആശാനെ, ഇനി ഒരു കൊലപാതകത്തിനോട് ചെന്ന് തല വെച്ച് കൊടുക്കല്ലേ. എടാ നന്ദി കെട്ടവനെ, നിന്റെയും ശ്യാമയുടെയും നല്ല ജീവിതത്തിന് വേണ്ടി അല്ലയോടാ ശാലിനി അങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചത്. അല്ലാതെ അവർ രണ്ടുപേരും നിന്നെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടാണോടാ? എടാ ഞാനിപ്പോൾ പോവാ, പക്ഷേ വീട് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴൊക്കെ കണ്ണുനീര് പൊഴിക്കുന്നോ അപ്പോഴൊക്കെ വന്ന് ഞാനിങ്ങനെ നിന്നെ തല്ലിക്കൊണ്ടിരിക്കും. പേടിച്ച് വിറച്ച് നിൽക്കുന്ന സുസ്മിതയുടെ ചെവിക്കുറ്റിക്ക് രണ്ടടിയും കൂടെ കൊടുത്തിട്ട്, നീ ഇത് മനസ്സിൽ സൂക്ഷിച്ചോടി. ഇത് പറയുന്നത് വിഷ്ണു ആടി, ചെയ്യാൻ പറയുന്നത് മാത്രം ചെയ്യാൻ പറ്റുന്ന വിഷ്ണു. അപ്പോൾ ആ സമയത്ത് വിഷ്ണുവിൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. ദേവമാതാ വൃദ്ധസദനത്തിലെ സെക്രട്ടറിയാണ് വിളിക്കുന്നത്. വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട്. അത് കേട്ട് വിഷ്ണു അങ്ങ് ഞെട്ടുവാണ്. ഞാനേ അച്ഛന് ഫോൺ കൊടുക്കാം. എടാ മക്കളെ, അച്ഛനാടാ. എങ്ങോട്ട് പോകണമെന്നറിയാതെ അച്ഛൻ നാണ്ട് ഈ വൃദ്ധസദനത്തിൽ ഇരിക്കുക. പ്രായമായ മക്കളുള്ളതുകൊണ്ട് ഞങ്ങൾക്കിവിടെ താമസിക്കാനുള്ള സൗകര്യമൊന്നും കിട്ടിയില്ല മോനെ. ഞങ്ങളിനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയാതെ നിൽക്കുക. ചങ്ക് പൊട്ടി കരഞ്ഞോണ്ട് രാഘവേട്ടൻ പറയുക, മോനൊന്ന് ഇവിടം വരെ വരുവോ? അച്ഛൻ്റെ കരച്ചിൽ കേട്ട് വിഷ്ണു
ചങ്ക് തകർന്നു പോയി. വിഷ്ണു ഏങ്ങി കരഞ്ഞുകൊണ്ട് ഞാൻ വരാവച്ചാ, ഇപ്പം തന്നെ വരാം. അച്ഛൻ ഫോൺ എന്നാൽ സെക്രട്ടറിയുടെ കയ്യിലോട്ട് കൊടുക്കാവോ? ആ കൊടുക്കാം മോനെ. ആ പറഞ്ഞോ വിഷ്ണു, ഞാൻ എന്താ ഇപ്പം ചെയ്യേണ്ടത്? ഇവിടെ ഇവരെ ഇപ്പം താമസിപ്പിക്കുന്നതിന് ചെറിയ തടസ്സങ്ങളുണ്ട് സാറേ. ഞാൻ മരുന്നത് വരെ അവരെ ഒന്ന് നോക്കിയാൽ മതി. ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ അച്ഛനെയും അമ്മയും. ഈ മകനുള്ളപ്പോൾ വൃദ്ധസദനത്തിൽ താമസിക്കേണ്ടവരല്ല അവർ. കുറ്റബോധം കൊണ്ടും വേദന കൊണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന രോഹിത്തിൻ്റെ നെഞ്ചത്ത് വീണ്ടും ഒരൊറ്റ ചവിട്ട് കൊടുത്തിട്ട് വിഷ്ണു പറയുക, ഞാൻ പറഞ്ഞില്ലേടാ, എൻ്റെ അച്ഛനും അമ്മയും ഈ ദുർവിധിയോർത്ത് കരയുന്ന ഓരോ നിമിഷവും നിനക്ക് അടി കിട്ടിക്കൊണ്ടേയിരിക്കും എന്നും പറഞ്ഞ് വീണ്ടും ഇട്ട് അടിച്ച് പൊരിക്കുവാണ് അവന്. എൻ്റെ അച്ഛനും അമ്മയും ഇനി ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോടാ. എന്നിട്ട് തീപാറുന്ന കണ്ണുകളോടെ വിഷ്ണു സുസ്മിതയെ നോക്കുന്നുണ്ട്. അവൾ പേടിച്ച് വിറച്ച് പെട്ടെന്ന് അകത്തോട്ട് ഓടിയങ്ങ് പോവുകയാണ്. വിഷ്ണു എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോവുകയാണ്. സത്യാമ്മ കൃഷ്ണഭഗവാനെ നെഞ്ചിൽ വെച്ച് കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുവാണ്. സങ്കടം സഹിക്കാനാവാതെ സത്യാമ്മയുടെ സകല അഹങ്കാരവും വെടിഞ്ഞ് സത്യാമ്മ രാഘവേട്ടൻ്റെ തോളിലോട്ടങ്ങ് ചാഞ്ഞു കിടക്കുവാണ്. ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് വിഷ്ണുവിനെ വിളിച്ചു നോക്കുവാണ്. വിഷ്ണു ഫോൺ എടുക്കുന്നില്ല. മോളെ, വിഷ്ണു എന്തെങ്കിലും കാര്യത്തിനായിട്ട് തിരക്കിട്ട് ഓടി നടക്കുമായിരിക്കും, അതായിരിക്കും ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ അമ്മേ. മോളെ, നമ്മൾ സംശയിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അങ്ങനെ പെട്ടെന്നൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഉടനെ ജപ്തിയൊന്നും ഉണ്ടാകില്ല മോളെ. അനു പറയുക, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളല്ലയോ അമ്മേ, അതൊക്കെ അവർ അതാത് സമയങ്ങളിൽ തന്നെ നടത്തും. ആ സമയത്ത് പിള്ളയുടെ ഫോണ് ശാരദാമ്മയുടെ ഫോണിലോട്ട് വരുന്നുണ്ട്. ശാലിനി മോൾ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ശാലിനി മോൾക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ശാലിനിയുടെ കൈ ഫോൺ കൊടുക്കുന്നുണ്ട്. പിള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനിയോട് പറയുക, കുഞ്ഞെ എല്ലാം പോയി കുഞ്ഞെ, നമ്മുടെ വീട് ജപ്തി ചെയ്തു. ഇത് കേട്ട് ശാലിനി അങ്ങ് ഞെട്ടി എഴുന്നേക്കാൻ നോക്കുവാണ്. അയ്യോ പിള്ളച്ചേട്ടാ, എന്തുവായി പറയുന്നത്? ഞാനും പൊന്നിയും ഗേറ്റിന് പുറത്തുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. അച്ഛനും സത്യാമ്മയൊക്കെ എവിടെ? വിഷ്ണുവേട്ടൻ അവിടെ ഇല്ലേ? ആ ചന്ദ്രബോസ് പോലീസുകാരനോട് വഴക്കുണ്ടാക്കിയിട്ട് വിഷ്ണു കുഞ്ഞ് എങ്ങോട്ടോ പോയി. ഞങ്ങളോട് ഈ സാധനങ്ങളൊക്കെ എടുത്തോന്ന് പറഞ്ഞിട്ട് സത്യാമ്മയും രാഘവേട്ടനും കൂടെ ഒരു ഓട്ടോ പിടിച്ച് എങ്ങോട്ടോ പോയി. വീട് പൂട്ടി സീൽ ചെയ്തിട്ട് ചന്ദ്രബോസും വന്നവരൊക്കെ അങ്ങ് പോയി. ഞങ്ങളിപ്പോൾ പുറത്ത് നിൽക്കുക. വിളിച്ചിട്ട് ആരും ഒട്ട് ഫോൺ എടുക്കുന്നുമില്ല. ഞങ്ങളിനി എന്ത് ചെയ്യണം കുഞ്ഞെ? പിള്ളച്ചേട്ടൻ വിഷമിക്കേണ്ട, നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്. ഞാൻ അതിന് വേണ്ട എന്തെങ്കിലും ഉടനെ ചെയ്തോളാം. ശാരദാമ്മ ചോദിക്കുന്നു, എന്താ മോളെ, എന്തുണ്ടായി? അമ്മ അവിടെ ജപ്തി ഉണ്ടായി. വിഷ്ണുവേട്ടൻ ചന്ദ്രബോസിനോട് വഴക്കിട്ടിട്ട് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. സത്യാമ്മയും അച്ഛനും കൂടെ ഒരു ഓട്ടോ പിടിച്ച് എങ്ങോട്ടോ പോയെന്നാ പറയുന്നത്. ശാരദാമ്മ പറയുന്നു, അയ്യോ മോളെ, സത്യാമ്മ ഇനി വല്ല സാഹസവും കാണിക്കുമോ? അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലമ്മേ സത്യാമ്മ. അനു, എത്രയും പെട്ടെന്ന് അങ്ങോട്ടൊന്ന് ചെല്ലണം. അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നൊന്ന് നോക്കണം. അനു, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. ശരി മേഡം, ഞാൻ ഇപ്പം തന്നെ പോകാം എന്നും പറഞ്ഞ് അനു അങ്ങോട്ട് പോവുകയാണ്. വിഷ്ണു ആ വൃദ്ധസദനത്തിലെത്തി രാഘവേട്ടനെ കാണുവാണ്. അയ്യോ എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞ് വിഷ്ണു സങ്കടത്തോടെ അച്ഛൻ്റെ അടുത്തോട്ട് വരികയാണ്. വിഷ്ണുവിനെ കണ്ടതും രാഘവേട്ടൻ പെട്ടെന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് എൻ്റെ മക്കളേന്നും പറഞ്ഞ് കരയുവാണ്. വിഷ്ണു അങ്ങോട്ട് വന്നത് സത്യാമ്മ കാണുന്നുണ്ട്. സത്യാമ്മ ആ സമയത്ത് ആർക്കോ ഫോൺ ചെയ്യുവാണ്. ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ നോക്കിയിട്ട് സത്യാമ്മ ദേഷ്യത്തോടെ അവിടെ അങ്ങനെ നിൽക്കുവാണ്. വിഷ്ണുവിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന സത്യാമ്മയുടെ അടുത്തോട്ട് വിഷ്ണു ചെന്നിട്ട് ചോദിക്കുവാണ്, അപ്പോൾ ഇതാണ് അമ്മ മനസ്സിൽ കണ്ടു വെച്ചിരുന്ന ആ ലോകം. തീരുമാനങ്ങളെല്ലാം അമ്മ ഒറ്റയ്ക്കാണ് എടുക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. വിഷ്ണു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എന്നാലും ഞാൻ അമ്മയുടെ മകനല്ലേ? അമ്മ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ എന്നോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നു. സത്യാമ്മ ദേഷ്യത്തിന് ഒരു കുറവുമില്ല. സത്യാമ്മ പറയുക, ഞങ്ങൾക്ക് എവിടെങ്കിലും ഒന്ന് കഴിയണ്ടേ? എൻ്റെ അച്ഛനാണ് സുഖമില്ലാത്തതാ, അതുകൊണ്ടാ മുൻകൂട്ടി ഇങ്ങനൊരു തീരുമാനം എടുത്തത്. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 100 വട്ടം ഞാൻ നിങ്ങളോട് ചോദിച്ചതാ, അമ്മയും അച്ഛനും എങ്ങോട്ടാ പോകുന്നതെന്ന്. ആരോടുള്ള വാശി തീർക്കാനാ അമ്മയുടെ ഈ പുറപ്പാട്? വിഷ്ണു നെഞ്ചു പൊട്ടി കരഞ്ഞോണ്ട് പറയുക, ഒന്നും ഓർക്കണ്ട, ആ വയ്യാത്ത മനുഷ്യനെയെങ്കിലും ഓർത്ത്. സത്യാമ്മ വിഷ്ണു എന്നിങ്ങനെ അധികാരത്തിൽ വിളിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, വേണ്ട, കൂടുതലൊന്നും ഇനി പറയണ്ട. വിഷ്ണു സങ്കടത്തോടെ ഇരിക്കുന്ന അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച്, അച്ഛാ വാ നമുക്ക് പോകാം, അമ്മേ വാ നമുക്ക് പോകാം എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ സത്യാമ്മ അഹങ്കാരത്തോടെ പറയുക, വിഷ്ണു നിൽക്കവിടെ എന്നിങ്ങനെ സത്യാമ്മ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ഇനി ശാലിനിയെ ഉപേക്ഷിക്കാനാണോ പറയുന്നത്, അതോ എന്താണ് സത്യാമ്മയുടെ അടുത്ത തീരുമാനമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.